കീരമ്പാറ പഞ്ചായത്തിൽ പുതിയ ബജറ്റായി. പാർപ്പിടം, ആരോഗ്യം, കൃഷി എന്നിങ്ങനെ അനേകം ജനക്ഷേമ പദ്ധതികൾക്ക് പ്രാധാന്യം നൽകുന്ന ബജറ്റ് വൈസ് പ്രസിഡന്റ് ബീന റോജോ അവതരിപ്പിച്ചു. നെൽകൃഷിക്ക് മാത്രമായി 3.5 ലക്ഷം രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത്. വിവിധ കാർഷിക മേഖലകൾ ഉൾപ്പെടുന്ന പഞ്ചായത്താണ് കീരമ്പാറ ഗ്രാമപഞ്ചായത്ത്. അതുകൊണ്ട് തന്നെ കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് ബീന റോജോ അവതരിപ്പിച്ചത്. 21,57,755 രൂപ പ്രതിശീർഷിത വരവും 21,10,18,000 രൂപ പ്രതിശീർഷിത ചെലവും 19,29,705 രൂപ നീക്കിവാക്കിയും പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റാണ് നിങ്ങൾക്ക് മുമ്പാകെ അവതരിപ്പിക്കുന്നത്. നികുതി വരുമാനമായി 51 ലക്ഷം രൂപയും നികുതിയേതര വരുമാനം 28,55,500 രൂപയും പ്രതീക്ഷിക്കുന്നു. സംസ്ഥാന സർക്കാരിൽ നിന്നും പരമ്പരാഗത ചുമതലകൾക്കുള്ള ജനറൽ പർപ്പസ് ഫണ്ട് ഇനത്തിൽ 3,06,38,570 രൂപയും പദ്ധതി റവന്യൂ മൂലധന വരവുകളായി 22,36,33,570 രൂപയും പ്രതീക്ഷിക്കുന്നു. നെൽകൃഷിക്ക് മാത്രമായി 3.5 ലക്ഷം രൂപയാണ് ബജറ്റിൽ നീക്കിവച്ചിട്ടുള്ളത്. കൂടാതെ മറ്റ് കാർഷിക വികസനത്തിന് 3 ലക്ഷം രൂപയും വാഴകൃഷിക്ക് 6.66 ലക്ഷം രൂപയും ചെലവഴിക്കും. പ്ലാന്റ് ഹെൽത്ത് ക്ലിനിക്കിനായി 50,000 രൂപയും നീക്കിവച്ചിരിക്കുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ഗോപി MP ബജറ്റ് അവതരണ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. വിവിധ വാർഡ് മെമ്പർമാർ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. കുട്ടികൾ, വനിതകൾ, വൃദ്ധജനങ്ങൾ, ഭിന്നശേഷിക്കാർ, പട്ടിക വിഭാഗങ്ങൾ എന്നിവരുടെ ക്ഷേമം ഉറപ്പാക്കിയിട്ടുള്ള ബജറ്റാണിത്. പാർപ്പിട മേഖലയ്ക്ക് 4.83 കോടി രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത്. തൊഴിലുറപ്പ് പദ്ധതിക്കായി 2.71 കോടി രൂപ ചെലവഴിക്കും. ദാരിദ്ര്യ ലഘൂകരണത്തിനായി 7.5 ലക്ഷമാണ് വകയിരുത്തിയിട്ടുള്ളത്. ശുചിത്വ മിഷൻ പ്രവർത്തനങ്ങൾക്കായി 4 ലക്ഷം രൂപ വിനിയോഗിക്കും. 57,92,500 രൂപ ഉൽപാദന മേഖലയിലും 6,32,07,200 രൂപ സേവന മേഖലയിലും 89,79,800 രൂപ പശ്ചാത്തല മേഖലയിലും വകകൊള്ളിച്ചിട്ടുള്ള ബജറ്റ് ജനങ്ങൾക്ക് ഗുണകരമാകും എന്ന പ്രത്യാശയിലാണ് അധികൃതർ. കീരമ്പാറ ഗ്രാമപഞ്ചായത്തിലെ 2025-26 വാർഷിക ബഡ്ജറ്റാണ് ഇന്ന് അവതരിപ്പിച്ചത്. എല്ലാ മേഖലകളിലെയും പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ബജറ്റാണ് ഇന്ന് തയ്യാറാക്കിയിരിക്കുന്നത്. 22 കോടി രൂപ വരവും 21 കോടി ചിലവും 19 ലക്ഷം രൂപ മിച്ചവും വരുന്ന ഒരു ബജറ്റാണ് ഇന്നിവിടെ അവതരിപ്പിച്ചത്. പശ്ചാത്തല മേഖലയിലും സേവന മേഖലയിലും ഉൽപ്പാദന മേഖലയിലും കാർഷിക മേഖലയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും ഏകോപിച്ചുകൊണ്ടുള്ള സമ്പൂർണ്ണ ബജറ്റാണ് നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. മുൻകാലങ്ങളിൽ നമ്മുടെ പഞ്ചായത്തിൽ എല്ലാ മേഖലയിലും ആരോഗ്യ മേഖലയിൽ നമ്മുടെ കുടുംബ ആരോഗ്യ കേന്ദ്രത്തിലെ പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ നടന്നു പോകുന്നു. 1 മണി വരെ ഉണ്ടായിരുന്ന കുടുംബ ആരോഗ്യ കേന്ദ്രത്തിൻ്റെ പ്രവർത്തനം വൈകിട്ട് 6 മണി വരെ ആക്കിയത് ജനങ്ങൾക്ക് വളരെയേറെ ഗുണപ്രദമായി മാറിയിട്ടുണ്ട്. അതുപോലെ കുടിവെള്ള പദ്ധതികൾ, പ്രാദേശിക കുടിവെള്ള പദ്ധതികളും അതുപോലെ ജലജീവൻ അടക്കമുള്ള കുടിവെള്ള പദ്ധതികൾ സ്ഥലം ഏറ്റെടുത്തുകൊണ്ട് അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് നീങ്ങി വരികയാണ്. മീഡിയ സിസ്റ്റിക് കോതമംഗലം.